ഓൺലൈൻ മാധ്യമരംഗത്തെ മുടിചൂടാമന്നനായ മറുനാടൻ ഷാജനെ മാധ്യമധർമ്മത്തിന്റെ ആൾരൂപമായി ഞാൻ കണ്ടിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. എന്നാൽ പതിയെ പതിയെ ഞാൻ തിരിച്ചറിഞ്ഞു തുടങ്ങി, ഇയാൾ മാധ്യമപ്രവർത്തകനല്ല, വെറും മാധ്യമ കച്ചവടക്കാരനാണെന്ന്. ഒരു രൂപ മറ്റുള്ളവരിൽ നിന്ന് അനധികൃതമായി ഇയാൾ കൈപ്പറ്റുന്നതായി ഇന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. എന്നാൽ യൂട്യൂബ് വ്യൂവർഷിപ്പ് കൂടുതൽ കിട്ടാൻ സാധ്യതയുള്ള വിഷയങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുന്ന ഒരു സാധാരണ യൂട്യൂബ് ചാനലുകാരന്റെ നിലവാരത്തിലേക്ക് ഇദ്ദേഹം തരം താഴ്ന്നു പോയിരിക്കുന്നു. ഒരേ ഒരു കാര്യം മതി ഇത് തെളിയിക്കാൻ. വിജയനും മോദിയും തമ്മിലുള്ള ഒത്തുകളി പകൽ പോലെ വ്യക്തമായിട്ടും ഈ നാടിനെ അങ്ങേയറ്റം ബാധിക്കുന്ന അതീവ ഗൗരവതരമായ ഈ നെറുവുകെട്ട ബാന്ധവത്തെക്കുറിച്ച് ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ അതിനിശിതമായി വിമർശിക്കുവാൻ ഉത്തരവാദിത്വമുള്ള ഇയാൾ ഒരക്ഷരം പോലും അതിനെതിരെ ഉരിയാടാതെ അതിന്റെ ലക്ഷത്തിലൊന്ന് ഗൗരവമുള്ള കാര്യങ്ങളെക്കുറിച്ച് വലിയ ആവേശത്തിൽ സംസാരിക്കുന്നു. പൊതുസമൂഹവും ഇത് തിരിച്ചറിഞ്ഞു തുടങ്ങിയോ എന്നറിയാൻ ഈ ചാനൽ 2 പോളുകൾ നടത്തുകയുണ്ടായി. മോദിയും വിജയനും തമ്മിലുള്ള നെറുകെട്ട ഒത്തുകളി അർഹിക്കുന്ന ഗൗരവത്തിൽ മാധ്യമങ്ങളും യൂട്യൂബ് ചാനലുകളും തുറന്നു കാട്ടിയാൽ ഒത്തുകളി അവസാനിപ്പിച്ച് വിജയനെ അഴിക്കുള്ളിലാക്കാൻ മോദി നിർബന്ധിതനാവില്ലേ എന്നതായിരുന്നു ആദ്യ പോളിലെ ചോദ്യം. 90% ആളുകളും യെസ് എന്ന് മറുപടി പറഞ്ഞുവെന്നത് മാത്രം മതി ഈ വിഷയത്തിലുള്ള മാധ്യമങ്ങളുടെയും യൂട്യൂബ് ചാനലുകളുടെയും ഒളിച്ചുകളി പൊതുസമൂഹവും തിരിച്ചറിഞ്ഞു കഴിഞ്ഞുവെന്ന് ബോധ്യപ്പെടുവാൻ. ഇനി രണ്ടാമത്തെ പോളിലേക്ക് കടക്കാം. ഈ നാടിനെ സർവനാശത്തിലേക്ക് കൊണ്ടുപോകുന്ന വിജയനും മോദിക്കുമിടയിലെ നെറുകെട്ട ഒത്തുകളിക്കെതിരെ ശക്തമായി പ്രതികരിക്കാതെ അതിന്റെ ലക്ഷത്തിലൊന്ന് ഗൗരവമുള്ള വിഷയങ്ങളെക്കുറിച്ച് വലിയ ആവേശത്തിൽ ദിവസേന 6-7 വീഡിയോസ് ചെയ്യുന്ന മറുനാടൻ ഷാജൻ മുൻതൂക്കം കൊടുക്കുന്നത് എന്തിനാണ് എന്നതായിരുന്നു ചോദ്യം. യൂട്യൂബ് വരുമാനത്തിന് എന്ന് 73% ആളുകളും മറുപടി പറഞ്ഞപ്പോൾ മാധ്യമധർമ്മത്തിന് എന്ന് വെറും 27% പേർ മാത്രം മറുപടി പറഞ്ഞുവെന്നത് മാത്രം മതി ഷാജന്റെ കാപട്യം പൊതുസമൂഹം തിരിച്ചറിഞ്ഞു കഴിഞ്ഞുവെന്ന് ബോധ്യപ്പെടുവാൻ. ഇനി മറുനാടൻ ഷാജനോടൊരു വാക്ക്. ഇനിയെങ്കിലും പണക്കൊതി മാറ്റിവെച്ച് ഈ നാടിനെ സർവനാശത്തിലേക്ക് കൊണ്ടുപോകുന്ന വിജയനും മോദിക്കുമിടയിലെ നെറുവുകെട്ട ഒത്തുകളിക്കെതിരെ ആഞ്ഞടിച്ച് താങ്കളിലെ നിർജീവമായി പോയ മാധ്യമപ്രവർത്തകനെ പുനർജീവിപ്പിച്ച് ഈ നാടിനെ രക്ഷിക്കുക. താങ്കൾ ആത്മാർത്ഥമായി ഇറങ്ങിത്തിരിച്ചാൽ ഒത്തുകളി അവസാനിപ്പിച്ച് വിജയനെ അഴിക്കുള്ളിലാക്കാൻ മോദി നിർബന്ധിതനാവും. തീർച്ച.